ഹായ് ആൾ, ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് എൻ്റെ ചിക്കൻ ബോക്സ് സ്റ്റോറിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ വീട്ടിൽ ശരിക്കും എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, സൗണ്ട് ക്ലിയർ അല്ല. നമ്മുടെ വീട്ടിൽ സഹായത്തിനായിട്ട് ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി കഴിഞ്ഞ മാർച്ചിലാണ് വന്നത്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞു, ഏപ്രിൽ ബിഗിനിങ് ആയി. ചേച്ചി ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ചേച്ചിയായിരുന്നു. ഓടിച്ചാടി നടക്കുന്നു, ജോലിയെല്ലാം ചെയ്യുന്നു, ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് നോർമലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം ആയപ്പോഴത്തേനും ചേച്ചിക്ക് ഭയങ്കര തളർച്ച, ക്ഷീണം, ചെറിയ ജലദോഷം ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ബാംഗ്ലൂർ ആണെങ്കിലും ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. അപ്പോൾ എന്താ പറയുന്ന, ചേച്ചിക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണവും തളർച്ചയും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായിരിക്കും, ചേച്ചിക്ക് പ്രഷറിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പം പ്രഷർ കുറയുന്നതിൻ്റെയോ എന്തെങ്കിലും ആയിരിക്കും. മേ ബി പ്രഷർ കൂടിയതായാലും ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമല്ലോ. തലകറക്കം ഉണ്ടെന്ന് പറയുന്നു, തലവേദനയുണ്ടെന്ന് പറയുന്നു, എപ്പോഴും കിടക്കാൻ തോന്നുന്നു, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, പറ്റുന്നില്ല എന്ന് പറയുന്നു. ഞാൻ പറയും ചേച്ചി പോയി റെസ്റ്റ് എടുത്തോ, പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ 2-3 ഡേയ്സ് കഴിഞ്ഞ് പോകുന്നു. 3 ഡേയ്സ് കഴിഞ്ഞ് പോയിട്ട് ചേച്ചിക്ക് യാതൊരു മാറ്റമില്ല. ഇങ്ങനെ ക്ഷീണം കൂടി വരുന്നു, തളർച്ച കൂടി വരുന്നു, തലവേദന വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ചേച്ചി നമുക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേനും ഡോക്ടർ ഷുഗർ, പ്രഷർ തുടങ്ങി തൈറോയിഡ് എല്ലാം ടെസ്റ്റ് ചെയ്തു. ഷുഗറും പ്രഷറൊക്കെ ചേച്ചിക്ക് നോർമലായിരുന്നു. പ്രഷറൊക്കെ ചേച്ചിക്ക് നോർമലി കിട്ടുന്ന വാല്യൂസൊക്കെ തന്നെയായിരുന്നു പ്രഷറിനും ഉണ്ടായിരുന്നത്. തൈറോയിഡ് ചേച്ചി ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല, തൈറോയിഡ് കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ മേ ബി അതായിരിക്കാം ചേച്ചിയുടെ തളർച്ചയ്ക്ക് കാരണം എന്ന് നമ്മൾ ഓർത്തു. നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേനും ചേച്ചിയുടെ ദേഹത്തെല്ലാം അതിനും ഡോക്ടർ ഒരു മേ ബി വൈറ്റമിൻ ഡിയോ വൈറ്റമിൻ B12 അങ്ങനെ കുറഞ്ഞായിരിക്കും നമ്മളൊരു ഇഞ്ചക്ഷനും എടുത്തു. കുറച്ച് എന്തൊക്കെയോ ഗുളികയൊക്കെ ആയിട്ട് കൊടുത്തു. ചേച്ചി ഇതൊക്കെ ടാബ്ലറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. തൈറോയിഡിൻ്റെ മരുന്നൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേനും ദേഹത്തെല്ലാം എന്താ പറയുക, ചെറിയ കുരുക്കളും ഒക്കെ ആയിട്ട് ദേഹം മുഖം ഫുള്ള് കുരുക്കളൊക്കെ ആയിട്ട് വന്നു. ചെറിയ മീൻസ് അങ്ങും ഇങ്ങും ഒക്കെ കുറച്ച് കുരുക്കൾ ബബിൾ കണക്കും വന്നു. ഇങ്ങനെ വെള്ളം നിറഞ്ഞിട്ട് ബബിൾ കണക്കും വന്നിരുന്നു. ഓക്കെ, ബാക്കി കുരുക്കൾ എഗെയിൻ ഞാൻ ആദ്യം വിചാരിച്ചത് ചേച്ചി വല്ല ഗുളികയുടെ മരുന്നിൻ്റെ ഇങ്ങനെ അലർജി ആണോ എന്നാണ് ഫസ്റ്റ് വിചാരിക്കുന്നത്. ഈ ചില കുരുക്കൾ മാത്രമായിട്ട് ബബിൾ വന്ന് നിൽക്കുന്നതുകൊണ്ട് ഓക്കെ, അപ്പോൾ ഇതാളതല്ല, ഇത് ചിക്കൻ ബോക്സിൻ്റെ തുടക്കമായിരിക്കും എന്ന് ചെറിയൊരു ധാരണ ഉണ്ടായി. കുറച്ചൊരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചിയുടെ ദേഹത്തെല്ലാം ആയി, ചേച്ചിയുടെ ദേഹം ഫുള്ളായി. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇല്ല മോളെ, എനിക്കിനി നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് വീട്ടിൽ പോകണം, വായിലുണ്ട്, തലയിലുണ്ട്, എല്ലായിടും ആയി. അപ്പം ചേച്ചി പറഞ്ഞു ഇല്ല മോളെ, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പെട്ടെന്ന് വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് ചേച്ചിയെ വീട്ടിലയച്ചു. അപ്പം സാറ്റർഡേ രാവിലെയാണ് ചേച്ചി നാട്ടിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം സൺഡേ ഉണ്ട്, മൺഡേ ഉണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളെല്ലാം 2 മക്കളും ചിക്കൻ ബോക്സ് വാക്സിനേറ്റഡ് ആണ്. ഹസ്ബൻഡിന് ഓൾറെഡി ചെറുതായിരുന്നപ്പോൾ വന്നിട്ടുമുണ്ട്. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്. ഞാൻ ബോധേഡല്ല, ഞാനൊരു സൂപ്പർ വുമൺ ആണെന്നില്ല, അതുകൊണ്ട് എനിക്കങ്ങനെ അസുഖങ്ങളൊന്നും വരത്തില്ല. എനിക്ക് ചിക്കൻ ബോക്സ് വരില്ലായിരിക്കും. ഇങ്ങനെ ദിവസങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, തിങ്കളാഴ്ച ആയപ്പോഴത്തേനും എനിക്കും ചെറിയ തലവേദനയൊക്കെ വന്നു തുടങ്ങി. ഈ തലവേദന എന്താണ്, ചിക്കൻ ബോക്സ് ആണോ അതോ വേറെ എന്തെങ്കിലും ഉറക്കം ശരിയാവാത്തതാണോ, എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് ചെയ്യുന്നതിൻ്റെ ആണോ ഒക്കെ ആയിട്ട് മേ ബി ചിക്കൻ ബോക്സ് അല്ലായിരിക്കും എന്ന് വിചാരിച്ച് ഒരു ദിവസം കൂടെ കഴിഞ്ഞു. ഓക്കെ, തിങ്കളാഴ്ച ഞാൻ ഓൾറെഡി ലീവ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫീസിൽ. അന്ന് എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ചൊവ്വാഴ്ച എനിക്ക് ശരിക്കും വർക്കുള്ള ദിവസമാണ്. അന്ന് ഞാൻ ലീവ് എടുത്തിട്ട് എനിക്ക് പേടിയായി, ഇനി ചിക്കൻ ബോക്സ് ആണെങ്കിലോ. അപ്പം മക്കളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിന് മെസ്സേജ് അയച്ചു, ഡോക്ടർ ഇന്ന പോലെയൊക്കെയാണ് കാര്യങ്ങൾ, ഞാൻ ഇനി പോയി വാക്സിനേഷൻ എടുത്താൽ എനിക്ക് എന്തെങ്കിലും രക്ഷയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ഇനി വാക്സിനേഷൻ എടുത്താലും മതി, പോയി വാക്സിനേഷൻ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരിക്കും ചിക്കൻ ബോക്സ് വരുന്നത് ഈ കുരുക്കൾ വരുന്നതിന് 4 ദിവസം മുന്നേയും കുരുക്കൾ വന്നു കഴിഞ്ഞിട്ട് ഉള്ള 4 ദിവസം, അതാണ് ഒരു സ്പ്രെഡിങ് ടൈം. വൺസ് നമ്മുടെ ബോഡിയിലുള്ളിൽ ഈ വൈറസ് കയറി കഴിഞ്ഞാൽ അതൊരു ഇൻക്യുബേഷൻ പീരീഡ്, അതൊരു 10 to 12 അല്ലെ 21 ഡേയ്സിൽ അത് സൈലൻ്റ് ആയിട്ടിരിക്കും. എന്നിട്ട് മാത്രമേ അത് കുരുക്കളായിട്ട് നമ്മുടെ ബോഡിയിലോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പം ഞാൻ എക്സ്പോസ്ഡ് ആയിരിക്കുന്നത് ആ ഒരു ഹൈ പീക്ക് ടൈമിലാണ്. ആ ഒരു കുരുക്കൾ വരുന്നതിന് മുന്നേ വാക്സിനേഷനൊക്കെ എടുത്തു. നെക്സ്റ്റ് ഡേ വെനസ്ഡേ ഞാൻ ജോലി ചെയ്തു.
ഫുൾ ഞാൻ ഫുൾ വർക്ക് ചെയ്തു. തേഴ്സ്ഡേ ആയപ്പോഴത്തേനും വെനസ്ഡേ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേനും ഭയങ്കര ക്ഷീണവും തളർച്ചയും ഒക്കെ ആയി. തേഴ്സ്ഡേ ആയപ്പോഴത്തേനും അനങ്ങാൻ വയ്യ, ഭയങ്കര തലവേദന, പനി, നല്ല തൊണ്ടവേദന, നല്ല പനിയും തൊണ്ടവേദനയും, എന്താ പറയുക, തലയ്ക്ക് ഭയങ്കര ഭാരം, ശരീരവേദന, ബോഡി പെയിൻ, ഫുൾ ബോഡി പെയിൻ, കട്ടിലിൽ നിന്ന് അനങ്ങാൻ വയ്യ, സംസാരിക്കാൻ വയ്യ, ഫുഡ് കഴിക്കാൻ വയ്യ, ഒരു രക്ഷയില്ല, അനങ്ങാൻ പോലും വയ്യ, അത്ര ക്ഷീണം. ഞാൻ ഇതുവരെ കൊറോണയ്ക്ക് പോലും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇത്രയും ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന്. എനിക്ക് കൊറോണ വന്നിട്ടുണ്ടായിരുന്നു, കൊറോണയിൽ പോലും ഇത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് അതിലുമൊക്കെ എത്രയോ അപ്പുറത്തായിരുന്നു. ആ 2 ദിവസം, ആ ഒരു തേഴ്സ്ഡേയും ഫ്രൈഡേയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫ്രൈഡേ ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിരിക്കും ഞാൻ ചൂടും പനിയൊക്കെ നല്ല ചൂടും പനിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബുധനാഴ്ച വൈകിട്ടായപ്പോഴേ 2 കുരുക്കളൊക്കെ വന്നു. അപ്പം എനിക്ക് മനസ്സിലായി, ഓ സംഭവം പണി തുടങ്ങി എന്ന് മനസ്സിലായി. എനിക്ക് കാലിലും കയ്യിലുമായിട്ട് 2 കുരുക്കളൊക്കെ വന്നു. പക്ഷെ അത് ഞാൻ വിചാരിച്ചു വ്യാഴാഴ്ച വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോഴത്തേനും കുറേയും കൂടെ വരുമായിരിക്കുമെന്ന്. പക്ഷെ കൂടുതലായിട്ട് കുരുക്കളൊന്നും വന്നില്ല. ഉള്ള കുരുവാണെങ്കിൽ അതാണെങ്കിൽ അങ്ങ് ചൊട്ടിപ്പോവുകയും ചെയ്തു. ഓക്കെ, അപ്പം ആ ഒരു വാക്സിനേഷൻ എടുത്തതിൻ്റെയാണ് ആ ഒരു പ്രിവെൻഷൻ, മീൻസ് അത് ഫർദറായിട്ട് ഡെവലപ്പ് ചെയ്യാഞ്ഞത്. പുതുതായിട്ടൊന്നും വന്നതും ഇല്ല, ഉള്ളതാണെങ്കിൽ അങ്ങ് ചൊട്ടിപ്പോവുകയും ചെയ്തു. പക്ഷേ ആ 2 ദിവസം ഭയങ്കര തൊണ്ടവേദന, തലവേദന, പനി ഒക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ചിക്കൻ ബോക്സ് സ്റ്റോറി. ഇന്നലെ മീൻ പിന്നെ എൻ്റെ തൊണ്ടയ്ക്ക് ആ ഒരു തൊണ്ട സ്റ്റിൽ ഇനി ഓക്കെ ആകാനുണ്ട്. ഓക്കെ, സൗണ്ട് സ്റ്റിൽ ശരിയായിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചിക്കൻ ബോക്സ് ജേണി. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ചിക്കൻ ബോക്സിൻ്റെ വാക്സിനേഷനൊന്നും എടുക്കാതെ ഞാൻ സൂപ്പർ വുമണാണ്, എനിക്കിനി അസുഖങ്ങളൊന്നും വരത്തില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമല്ല, ഇങ്ങനൊന്നും അല്ലടാ, നമുക്ക് അസുഖങ്ങളൊക്കെ വരും. അപ്പം പോയി വാക്സിനേഷനൊക്കെ എടുത്ത് പ്രിവെൻറ്റ് ചെയ്യാം. നമുക്ക് ലെറ്റ്സ് പ്രിവെൻറ്റ് എടുത്തിട്ടില്ലാത്തവർ വാക്സിനേഷനൊക്കെ എടുത്തിട്ട് ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ചിക്കൻ ബോക്സ് സ്റ്റോറി. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ബൈ.